ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു ഓൺ വോയിസ് വീഡിയോ വരാൻ കാരണം എന്നെ പേഴ്സണലി അറിയുന്നവർക്കും അല്ലെങ്കിൽ എൻ്റെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെയുള്ള കുറച്ച് പേർക്ക് മെസ്സേജസ് അല്ലെങ്കിൽ സ്റ്റോറീസ് അല്ലെങ്കിൽ അവരെന്നെ അങ്ങോട്ട് ഫോളോ ചെയ്തിട്ട് ഇട്ടിട്ടുള്ള സ്റ്റോറീസിന് ഇതായിട്ടാണ്. അതിവിടെ പറയാൻ എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ വിളിച്ച് ചോദിച്ചവരുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചവരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സ്റ്റോറി. ഈ സ്റ്റോറി നിങ്ങൾക്ക് കാണാനില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒന്നും കൂടി അതിൽ പോസ്റ്റ് ഇടാം. അപർണ എന്ന് പറഞ്ഞ വ്യക്തിനും അറിയില്ല. ഇവളിലെ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഗൗതമിനും എനിക്കറിയാത്തതാണ്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് ഇടുന്നതിന് മുമ്പ് ഇത് മുന്നേ സൈബറിൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്തിട്ട് അതിൻ്റെ കേസ് നമ്മൾ ഒത്തുതീർപ്പാക്കിയ സംഭവമായിരുന്നു. കാരണം ഇവൾക്ക് എന്തോ മെൻ്റലി പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് വിയ്യൂർ സ്റ്റേഷനിൽ കംപ്ലൈൻറ്റും കൊടുത്തു, തൃശ്ശൂർ സൈബറിലും കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. അവിടെ നിന്ന് അവരുടെ അമ്മയും ഇവരെല്ലാം വിളിച്ചിട്ട് പറഞ്ഞതാണ് ആൾക്ക് ചെറിയൊരു മെൻ്റലി പ്രോബ്ലം ഉണ്ട്. മെൻ്റലി പ്രോബ്ലം വേറെ ഒന്നല്ല, ഭർത്താവിനോടുള്ള സംശയമാണെന്നുള്ളത്. ഉള്ള കാരണം എനിക്കൊരു ഡാൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ്സിൻ്റെ റിവ്യൂ ചോദിച്ചിട്ട് വിളിച്ചപ്പോഴാണ് ആളെന്നോട് ചോദിക്കുന്നത് ആൾ ഹസ്ബൻഡും ഞാനും തമ്മിൽ എന്താ ബന്ധമെന്ന്. ആൾ പറയുന്നതിലൊരു കാര്യം ഉണ്ടായിരുന്നു, എൻ്റെ ഏതൊരു ഫോട്ടോയ്ക്ക് ലൈക്ക് ചെയ്തു അല്ലെങ്കിൽ കമൻറ്റ് ചെയ്തു എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഇവരെന്നെ പേഴ്സണലി അറിയാത്തതാണ്. അതെല്ലാം പറഞ്ഞിട്ട് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ സൈബറിൽ കൊടുത്താലും നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാമെന്നുള്ളത്. ഇത് ഞാൻ ആദ്യം ഫയൽ ചെയ്ത കംപ്ലയിൻ്റ് ആയിരുന്നു. അത് ഞങ്ങൾ ക്ലോസ് ചെയ്തു. ഇപ്പം ഞാൻ രണ്ടാമതും കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തതിൻ്റെയാണിത്. ഞാൻ ഇന്നാണ് ആ കംപ്ലയിൻറ്റ് കൊടുത്തത്. അപ്പോൾ ഇട്ട പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോ ഇങ്ങനെയല്ല, ഇതിന് ധാവണിയായിരുന്നു ഇതുണ്ടായിരുന്നത്. ഇത് മോർഫ് ചെയ്തിട്ടാണ് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനിത് കംപ്ലയിൻ്റ് ആയിട്ട് ഫയൽ ചെയ്യാനായിട്ട് മെയിനായിട്ട് കാര്യം ഉണ്ടായത്. എനിക്ക് അപർണ ചിന്നുവിനോട് പറയാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ പ്രൂഫുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവർ കണ്ടതിൻ്റെ പിക്കോ അല്ലെങ്കിൽ ഫോൺ കോൾസോ അല്ലെങ്കിൽ മെസ്സേജസോ, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും അയച്ച മെസ്സേജസ്, അങ്ങനെ എന്തെങ്കിലും. ഒരു റിലേഷനിലിരിക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും കിട്ടാതിരിക്കത്തില്ല. അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സഹിതം തെളിവ് നിങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ സൈബറിൽ കംപ്ലയിൻറ്റ് കൊടുക്കുക. അല്ലാതെ ഒരു വ്യക്തിനെ അവരുടെ കോണ്ടാക്റ്റിലുള്ളവരെ തന്നെ അങ്ങോട്ട് ചെന്ന് ഫോളോ ചെയ്ത് അല്ലെങ്കിൽ അങ്ങോട്ട് ചെന്ന് മെസ്സേജ് അയച്ചിട്ട് അവർക്ക് ഞാനിങ്ങനെയാണ് അല്ലെങ്കിൽ ആ വ്യക്തി അങ്ങനെയാണെന്ന് പറയാതെ തെളിവ് സഹിതം നിങ്ങൾ പ്രൊസീഡ് ചെയ്തു. അതിനൊരു ന്യായമുണ്ട്, അല്ലെങ്കിൽ അതൊരു കറക്റ്റായിട്ടുള്ളൊരു പോയിൻ്റാണ്. അല്ലാത്ത പക്ഷം അങ്ങനെയൊന്നും ചെയ്യരുത്. അല്ലെങ്കിൽ നിങ്ങൾ സൈബറിൽ കംപ്ലയിൻറ്റ് കൊടുത്തതിന് ശേഷം ഞാനാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം നമ്മുടെ ഭാഗത്ത് തെറ്റ് വന്ന് നമ്മൾ തന്നെ തിരുത്തണമല്ലോ. ഇതിൽ ഞാനല്ല എന്നുള്ളത് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോഴും ഈ ഓൺ വോയിസ് വീഡിയോ ഇട്ടത്. അപ്പോൾ എന്നെ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ മെസ്സേജ് പോയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ഇട്ടത്. ഇതാണ് അപർണ ചിന്നു എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയാണ് ഇപ്പോൾ സ്റ്റോറി ഇട്ടതും അല്ലെങ്കിൽ എൻ്റെ ഫോട്ടോ മോർഫ് ചെയ്തിട്ടതും. ഇപ്പോൾ ഈ കാണിക്കുന്നത് അപർണയുടെ ഹസ്ബൻഡ് ഗൗതം. ഈ ഗൗതമിനെയും എന്നെയും ചേർത്താണ് അപർണ ഇത്രയും പറഞ്ഞത്. അപ്പോൾ എന്ത് തന്നെ ആയാലും സത്യാവസ്ഥ ഒന്നെങ്കിൽ ഗൗതം കൊണ്ടുവരിക, അല്ലാന്നുണ്ടെങ്കിൽ അപർണ അതിന് കറക്റ്റായിട്ടുള്ളൊരു ആൻസർ കൊടുക്കണം. കാരണം എനിക്കിതിലൊരു ഇതില്ല, എനിക്കിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതും പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപർണ ആയാലും ഗൗതമായാലും ഇതിന് കറക്റ്റായിട്ടൊരു ഉത്തരം പബ്ലിക്കായിട്ട് തന്നെ